ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാന്റോസ് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. മത്സരത്തിൽ നെയ്മർ ജൂനിയർ പകരക്കാരൻ്റെ വേഷത്തിൽ കളിക്കളത്തിലേക്ക് എത്തിയിരുന്നു. മികച്ച പ്രകടനമാണ് നെയ്മർ നടത്തിയിട്ടുള്ളത്. നല്ല രൂപത്തിൽ ടീമിനെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 5 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തിട്ടുണ്ട്. 3 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ഫൈനൽ തേർഡിലേക്ക് 16 പാസുകൾ നൽകാൻ നെയ്മർക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയ ഒരു ഇമ്പാക്റ്റ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. മത്സരത്തിൻ്റെ അവസാനത്തിൽ നെയ്മറുടെ ഒരു തകർപ്പൻ ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു. ഗോളെന്ന് തോന്നിച്ച ഒരു ഫ്രീ കിക്ക് ആയിരുന്നു. പക്ഷേ ഫോർട്ടലാസ ഗോൾ കീപ്പറുടെ ഒരു ശ്രദ്ധ കൊണ്ട് മാത്രമാണ് അത് ഗോളാവാതെ പോയിട്ടുള്ളത്. പാരഡീഞ്ഞ ഫ്രീ കിക്ക് എന്നാണ് ഈ ഫ്രീ കിക്ക് അറിയപ്പെടുന്നത്. അതായത് നെയ്മർ ജൂനിയർ ആദ്യം ഒരു ഫേക്ക് ഷോട്ട് എടുത്തു, അഥവാ ഷോട്ട് എടുക്കുന്ന പോലെ കാണിച്ചു. അതോടുകൂടി എതിർ ഡിഫൻസ് അഥവാ ആ ഒരു വാൾ അത് പാനിക്കായി. അതുപോലെ തന്നെ ഗോൾ കീപ്പറും ഒന്ന് പൊസിഷനിൽ മാറ്റം വന്നു. ഈ സമയത്ത് ഞൊടിയിടയിൽ നെയ്മർ ഫ്രീ കിക്ക് എടുക്കുകയായിരുന്നു. പക്ഷേ ഫോർട്ടലേസ ഗോൾ കീപ്പർക്ക് പിഴച്ചില്ല. അദ്ദേഹം മികച്ച ഒരു സേവ് നടത്തിക്കൊണ്ട് അതിനെ രക്ഷിച്ചെടുത്തു എന്നുള്ളതാണ്. ഈ ടെക്നിക്ക് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ പെനാൽറ്റി എടുത്തത് ഈ ടെക്നിക്കിലൂടെയായിരുന്നു. സ്ഥിരമായിക്കൊണ്ട് ഈ ടെക്നിക്ക് നെയ്മർ ഉപയോഗിച്ചിരുന്നു. അതായത് ഷോട്ട് എടുക്കുന്ന പോലെ ഒരു ഫേക്ക് ഷോട്ട് എടുക്കും, അതോടുകൂടി ഗോൾ കീപ്പർ പൊസിഷൻ മാറുന്നു. ആ സമയത്ത് നെയ്മർ ജൂനിയർ യഥാർത്ഥത്തിൽ പെനാൽറ്റി എടുത്ത് ഗോളാക്കി മാറ്റുന്ന ആ ഒരു ടെക്നിക്ക് ഒരുപാട് തവണ കണ്ടതാണ്. പക്ഷേ ഫിഫ അത് വിലക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ രൂപത്തിൽ പെനാൽറ്റി എടുക്കാൻ പാടില്ല, ഗോൾ കീപ്പറെ ഇങ്ങനെ കബളിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നേരിട്ട് ഡയറക്റ്റ് ആയിക്കൊണ്ട് ഷോട്ട് എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഫ്രീ കിക്കിലും നെയ്മർ ജൂനിയർ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പാരഡീഞ്ഞ ഫ്രീ കിക്ക് എന്നാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. ഏതായാലും ഇത് ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. മികച്ച ഒരു ഫ്രീ കിക്ക് തന്നെയാണ് നെയ്മറുടെ ബൂട്ടിൽ നിന്നും പിറന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.